എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്താ പറ, എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. ഹായ്, ഫേസ്ലെസ് ആണ്. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നമ്മുടെ നീംബോളിയുടെ പേര് വരെ വന്നിരിക്കുന്നു. നീംബോളിയെ കുറിച്ച് ആകപ്പാടെ കേട്ടിരിക്കുന്നത് നെയ്യിൽ മുക്കിയ പഴംപൊരി കഴിക്കും, അതുപോലെ തന്നെ വെള്ളം അടിക്കും. ഈ രണ്ട് കാര്യങ്ങളെ ആ മനുഷ്യനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിനും ഒരു പെണ്ണ് കേസ്. എന്താ മലയാള സിനിമയുടെ അവസ്ഥ? അതും റിപ്പോർട്ടർ ചാനലിലാണ് വന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജാമ്യമില്ലാ വാറണ്ടാണ് കിട്ടിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ജാമ്യമില്ലാത്ത വാറണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിന് പോലും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് സംതിങ് ഫിഷി. ഒന്നിലെ പോലീസിന് എന്തോ അബദ്ധം പറ്റി, അല്ലെങ്കിൽ നിവിൻ പോളിക്ക് എന്തോ അബദ്ധം പറ്റി. ഇതിൽ ആർക്കാണ് അബദ്ധം പറ്റിയെന്ന് അറിയില്ല. പക്ഷെ ഒരു മാസം മുമ്പ് ഇവർ ഈ കേസ് കൊടുത്തിരുന്നതാണെന്നാണ് കേട്ടത്. പോളിക്കെതിരെ പീഡന കേസ്. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്താണ് കേസ്, എന്താണ് പരാതി? ആര്യ, ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ്. മൂവാറ്റുപുഴയ്ക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ഇത്തരമൊരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ്. ഇതിൽ റൂറൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ശേഷമാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇവരുടെ FB-യിലൊക്കെ ഇതിന്റെ പോസ്റ്റൊക്കെ അവർ ഇട്ടിരുന്നു. പിന്നെ ഇപ്പോ ചിലയിടത്തൊക്കെ എഴുതി കണ്ടു, ഈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എന്തോ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആദ്യമേ ലൈംഗികപരമായി പീഡിപ്പിച്ചില്ല എന്നായിരുന്നു, വാഗ്ദാനം നൽകിയേ ഉള്ളൂ എന്നായിരുന്നു. ഇപ്പോ അത് ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്നായി. എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്താണേലും ഒരു മാസം മുമ്പ് നടന്ന കേസ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളല്ല, ഞാൻ വലിയ ഷോക്കായിരുന്നു. എനിവേസ്, പുള്ളി ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞു. ഫേക്ക് അലിഗേഷൻ എന്നല്ല പുള്ളി പറഞ്ഞിരിക്കുന്ന, ഫേക്ക് ന്യൂസ് ആണെന്ന്. അതായത് ഈ ന്യൂസേ ഫേക്ക് ആണെന്നാണ്. പക്ഷെ ഒരു മാസം മുമ്പേ ഇതിന്റെ പോസ്റ്റൊക്കെ FB-യിൽ വന്നിട്ടുണ്ട്. അവർ കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ന്യൂസ് അല്ല, ഫേക്ക് അലിഗേഷൻ എന്ന് വേണമെങ്കിൽ നിവിൻ പോളിക്ക് അവകാശപ്പെടാം. എന്താണെങ്കിലും പുള്ളി ഉടനെ ഇതിനൊരു ഉത്തരം തരുമെന്നാണ് വിചാരിക്കുന്നത്. പുള്ളി ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഞാനിത് ഈ ഒരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ടാണ് ഇപ്പോ വന്ന് സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മലയാളികളിൽ ഒരു 95% ആൾക്കാരും ഇത് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. പുള്ളിക്ക് ആകപ്പാടെ ഒരു ദുശീലമുള്ളത് വെള്ളവടിയാണ്, പിന്നെ കഴിപ്പും. ഇതിൽ വെള്ളവടിച്ചപ്പോ എന്തെങ്കിലും പറ്റിയോ എന്തോ. ഇതിൽ കേസിനാസ്പദമായ കാര്യം നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. അപ്പോ അവിടേക്ക് നിവിൻ പോളി അടക്കം ഉള്ള ക്രൂ, അതില് ശരിക്കും പറഞ്ഞ 6 പേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. 6ാമത്തെ ആളാണ് നിവിൻ പോളി. അതിനകത്ത് നിർമ്മാതാവും ഒക്കെ ഉണ്ട്. അപ്പോ ഇവര് ദുബൈയിലേക്ക് ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു, ഹോട്ടൽ റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേസ്. കേസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ പ്രതികളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. പ്രതികളല്ല, കുറ്റാരോപിതരുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കൂടുതൽ തെളിവെടുപ്പുകൾ ആ സ്ത്രീയെ വെച്ച് നടത്തുമെന്നാണ് പറയുന്നത്. എനിവേസ്, നമുക്ക് കാണാം. ഒരു കാര്യമുണ്ട്, പുണ്യാളന്മാരൊന്നും പുണ്യാളന്മാരല്ലെന്നാണ് തോന്നുന്നത്. അതങ്ങനെ ആയിരിക്കരുതേന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട്